വളരെ ചട്ടക്കൂടുള്ള ഒരു വ്യവസ്ഥ തന്നെയാണ് നമ്മുടെ വൈദികമായ സംസ്കാരം, നമ്മുടെ ഗ്രന്ഥ പാരമ്പര്യം, ദർശനങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ. ഗുരുമുഖത്ത് നിന്ന് കിട്ടുമ്പോൾ അത് വലത് ചെവിയിൽ ഇങ്ങനെ ആരും കേൾക്കാതെ അത് ഓതിക്കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഗുരുവിൻ്റെ ഉള്ളിലുള്ള ഒരു സങ്കല്പമാണ് സംക്രമിക്കുന്നത് ശിഷ്യനിലേക്ക്. സ്വരാജ് പ്രസംഗിക്കുന്നു, അയ്യപ്പൻ മാളികപ്പുറത്ത് അമ്മയെ കല്യാണം കഴിച്ചു. സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തോട്, സ്വന്തം ദേശത്തോട് ബഹുമാനമുള്ള ഒരു സങ്കല്പം കൂടി വന്നാലേ ആ പേരിന് ഒരു യോജിക്കുള്ള വ്യക്തി. ഭാരതാംബയുടെ ഒരു ഫോട്ടോ ഒരിടത്ത് വെച്ചാൽ ഇവിടെ ആർക്കാണ് ഇത്ര വയറുകടി വരുന്നത്? അംബേദ്കറെ ബഹുമാനിക്കുന്നത് അംബേദ്കറോടുള്ള സ്നേഹം കൊണ്ടല്ല, അംബേദ്കർ ഏതോ ദളിതനാണ് എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണ്. സ്വന്തം തറവാടിൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു പേരാണ് അംബേദ്കർ എന്ന് പറയുന്നത് കൊടുത്തത്. അത് സവർണനാണ് കൊടുത്തിരിക്കുന്നത്, അവർണനല്ല. അല്ലേ? ഏത് മതവും വരുന്നതിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു. ഏത് യൂണിവേഴ്സിറ്റി വരുന്നതിന് മുമ്പ് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ആ മുരുകക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കാൻ കഴിയാതെ സനാതനധർമ്മം എന്ന് പറയുന്നത് കൊറോണയാണ്, കോവിഡാണ്, അല്ലെങ്കിൽ ബാക്ടീരിയയാണ്, അണുക്കളാണ് എന്ന് പറയുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഭരിക്കുന്നത്. നമ്മുടെ ഈ ചരിത്രങ്ങളെല്ലാം പല സമയത്തും വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇപ്പോൾ അയ്യപ്പൻ്റെ ചരിത്രം പോലും പല രീതിയിലും വ്യാഖ്യാനിച്ചത്. കാര്യം ഒരിക്കലും നിലനിൽക്കാൻ പാടില്ല, ഒരു മിത്തായി മാറുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു മിത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലം മറച്ചു വയ്ക്കപ്പെട്ടു? സനാതനധർമ്മം അറിയപ്പെടാതെ അപ്രസക്തമായി പോകാൻ വേണ്ടിയിട്ടായിരുന്നു. സനാതനധർമ്മം എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ മതി. കാരണം വളരെ ചട്ടക്കൂടുള്ള ഒരു വ്യവസ്ഥ തന്നെയാണ് നമ്മുടെ വൈദികമായ സംസ്കാരം, നമ്മുടെ ഗ്രന്ഥ പാരമ്പര്യം, ദർശനങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, സ്വതന്ത്രമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു അനുവാദം എന്ന് പറഞ്ഞുകൂടാ, സ്വാതന്ത്ര്യം നിരുപാധികം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഗുരുവിൻ്റെ അടുത്തിരുന്ന് സംശയങ്ങൾ തർക്കിക്കാനും ഉള്ള സ്വാതന്ത്ര്യം കൂടി വിട്ടുകൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം നിലനിന്നിരുന്നത്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുക ആണ് എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇന്നൊന്ന്, ആരും ഒന്നും രഹസ്യമായി ഇവിടെ വച്ചിട്ടില്ല. രഹസ്യമായി ഒരു മന്ത്രം പോലും ഇവിടെ ഇല്ല. ഇതൊക്കെ കുഴിക്കാട്ട് വച്ച തുടങ്ങിയിട്ടുള്ള നിരവധി തന്ത്രഗ്രന്ഥങ്ങളിലും അതുപോലെ മന്ത്രങ്ങളെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിലും എല്ലാ മന്ത്രങ്ങളും അച്ചടിച്ച് വെച്ചിട്ടുണ്ട്, പനയോലകളിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ഗുരുമുഖത്ത് നിന്നൊന്ന് കിട്ടുമ്പോഴാണ് അതിന് രഹസ്യ സ്വഭാവം വരുന്നത്. തീർച്ചയായും. ഇപ്പോൾ പഞ്ചാക്ഷരി മന്ത്രം തന്നെ ആവട്ടെ, ഗുരുമുഖത്ത് നിന്ന് കിട്ടുമ്പോൾ അത് വലത് ചെവിയിൽ ഇങ്ങനെ ആരും കേൾക്കാതെ അത് ഓതിക്കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഗുരുവിൻ്റെ ഉള്ളിലുള്ള ഒരു സങ്കല്പമാണ് സംക്രമിക്കുന്നത് ശിഷ്യനിലേക്ക്. അതാണ് ദീക്ഷ എന്ന് പറയുന്നത്. ദീയതേ ജ്ഞാനസംബോധ ക്ഷീയതേ പാപസഞ്ജയ ദീയതേ ക്ഷീയതേ തസ്മാത് ദീക്ഷയിത്യഭിധീയതേ. ദീക്ഷ എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങൾ, ദീയും ക്ഷീയും. അതെന്തിനെ സൂചിപ്പിക്കുന്നു? ദീക്ഷ, ദാനം ചെയ്യുക. എന്താണ് ദാനം ചെയ്യുന്നത്? ദീയതേ ജ്ഞാനമാണ് ദാനം ചെയ്യുന്നത്. ജ്ഞാനം ദാനം ചെയ്യുന്നതോടുകൂടി അറിവല്ല. അറിവ് എന്ന് പറയുന്നാൽ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് അറിവ്. ഇന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിനെയാണ് അറിവ് എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് അതീന്ദ്രിയമായ കാര്യങ്ങൾ, നമുക്ക് കണ്ണിന് കാണാനും ചെവിക്ക് കേൾക്കാനും മൂക്കിന് സ്മെല്ല് ചെയ്യാനും നാക്കിന് രുചിക്കാനും തൊലിക്ക് സ്പർശിക്കാനും പറ്റാത്ത അനുഭൂതിയുടെ മണ്ഡലമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് സ്ഥിരമായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ളത്. മറ്റതൊക്കെ അസ്ഥിരമാണ്, മുണ്ടൈൻ എന്ന് പറയുന്ന രീതിയിൽ. ബാക്കി ഇത് സ്ഥിരമാണ്. അവ ശാശ്വതമായിട്ടുള്ളത് എന്താണ്? ഞാൻ എന്ന് പറയുന്ന ആ ഒരു സ്വത്വം ഉണ്ടല്ലോ, എൻ്റെ സ്വത്വം, ഈശ്വരൻ എന്ന് പറയുന്നത്, പരമാത്മാവ് എന്ന് പറയുന്നത്, പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അനുഭവമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു താക്കോല് ഉണ്ട്, ആ ഡോറ് തുറന്നു കൊടുക്കലാണ് ഈ ദീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷീയതേ പാപസഞ്ജയ, ഈ ജ്ഞാനം ദാനം ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? പാപസഞ്ജയം, പാപത്തിൻ്റെ ഒരു കൂടാരം അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു കൂമ്പാരം അതില്ലാതാവുകയാണ്. എങ്ങനെയാണ്, ഏത് വിധത്തിലാണോ ഒരു മുറിയിലൊരു ബൾബ് കത്തിക്കുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ പ്രകാശിപ്പിക്കുമ്പോൾ ഇരുട്ട് മാറുന്നത്, അതുപോലെയാണ് ജ്ഞാനോദയം കൊണ്ട് അജ്ഞാനം മാറുന്നത് എന്നാണ് അർത്ഥം. അത് ചെയ്യുന്നത് ഗുരുവാണ്. അതിന് ഗുരുവിന് മന്ത്രം തന്നെ വേണമെന്നില്ല. ദർശനത്തിലൂടെ, സ്പർശനത്തിലൂടെ, സങ്കല്പത്തിലൂടെ, മന്ത്രത്തിലൂടെ ഏത് വിധത്തിലും ഗുരുവിന് അത് ചെയ്യാൻ കഴിയും. അതിൻ്റെ പേരാണ് ദീക്ഷ എന്ന് പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, മന്ത്രം എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നൊന്ന്, ആർക്കാണിത് പറഞ്ഞു കൊടുക്കേണ്ടത്?
ജിജ്ഞാസുവിനാണ് ജ്ഞാനം. അതെ അതെ എനിക്ക് അറിയണം 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 എന്ന് ആഗ്രഹിക്കുന്നവനെ അറിവ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാര്യമുള്ളൂ. മോക്ഷം ആർക്കാ വേണ്ടത്? മുമുക്ഷുവിനാണ്. എനിക്ക് മോക്ഷമല്ലാതെ മറ്റൊന്നും വേണ്ട, മറ്റെന്തിനേയും ത്യജിക്കുവാൻ തയ്യാറായി എനിക്ക് മോക്ഷം മാത്രം, ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം മാത്രം മതി എന്ന് ചിന്തിക്കുന്ന, അതിനുവേണ്ടി മനസ്സ് സമർപ്പിക്കുന്ന ഒരാളിന് മാത്രമാണ് മോക്ഷം ലഭിക്കുക. അപ്പോൾ അത് രഹസ്യ സ്വഭാവം നമ്മളെ സംബന്ധിച്ച് മന്ത്രങ്ങൾക്കൊന്നും ആരും വച്ചിട്ടൊന്നുമില്ല. ദീക്ഷയുടെ കാര്യത്തിൽ മാത്രമാണ്. ഞാനിത് പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അയ്യപ്പ ചരിതം പോലും പല രീതിയിലും വ്യാഖ്യാനിച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിച്ച സ്വരാജ് പ്രസംഗിക്കുന്നു, അയ്യപ്പൻ മാളികപ്പുറത്ത് അമ്മയെ കല്യാണം കഴിച്ചു, അപ്പം ആർത്തവം അതൊക്കെ പറഞ്ഞ പുള്ളി സംസാരിക്കും. ഇന്ന് കോടതി ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം ആളുകൾ വീണ്ടും 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 വളച്ചൊടിച്ച് അവരുടെ രീതിയിലേക്ക് ആക്കുന്നത്. സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തോട് സ്വന്തം ദേശത്തോട് ബഹുമാനമുള്ള ഒരു സങ്കല്പം കൂടി വന്നാലേ ആ പേരിന് ഒരു യോജിക്കുള്ള വ്യക്തിക്ക്. മനസ്സിലായില്ലേ? അതിനോട് യാതൊരു രീതിയിലും നീതി പുലർത്താത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് അയ്യപ്പനെ സംബന്ധിച്ച് വന്നത്. നമ്മുടെ സംസ്കാരവുമായി യോജിക്കാത്തതാണ്. അയ്യപ്പനെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ ഒരു സന്യാസി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് എന്തു പറഞ്ഞാലും ഇവിടെ തെരുവിലൂടെ സുഖമായി സ്വതന്ത്രമായി നടക്കാം, വിഹരിക്കാം എന്നുള്ളൊരു സാഹചര്യം ഇവിടെ ഹിന്ദുവിൻ്റെ സഹിഷ്ണുത കൊണ്ടുണ്ടായിരിക്കുന്നതാണ്. ഈ പറഞ്ഞവനെ ഹിന്ദു ആയിരിക്കാം, അതെ, പക്ഷേ ഹിന്ദു എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഹിന്ദു നാമധാരി മാത്രമാണ്. രക്തം പരിശോധിച്ചാലോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പരിശോധിച്ചാലോ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ഉത്ഭവം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ശരി, ഇത് അയ്യപ്പനെ എന്തും പറയാം, ഈശ്വരീയമായ സങ്കല്പങ്ങളെ ഏത് രീതിയിലും അധിക്ഷേപിക്കാം എന്നുള്ളത് നമ്മുടെ ഒരു സഹിഷ്ണുത കൊണ്ടുണ്ടായതാണ്. അത് എത്ര നാൾ നിലനിൽക്കും, ഇവിടുത്തെ ഹിന്ദുവിന് എത്രത്തോളം ഇനി ക്ഷമിക്കാൻ കഴിയും എന്നുള്ള ഒരു ടെസ്റ്റാണ് ഇവർ നടത്തുന്നതെങ്കിൽ ഉടനെ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ജനം മാറി ചിന്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ ഇതാ നമ്മൾ ഓരോന്നോരോന്നായി കഴിഞ്ഞ ഈ ഇലക്ഷനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? അതുണ്ടാകണം. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ ആകമാനം അതുണ്ടാകണം. ദേശത്തിൻ്റെ കാര്യം ആരെങ്കിലും പറഞ്ഞാൽ, ഭാരതാംബ എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ, ഭാരതാംബയുടെ ഒരു ഫോട്ടോ ഒരിടത്ത് വച്ചാൽ ഇവിടെ ആർക്കാണ് ഇത്ര വയറുകടി വരുന്നത്? ആർക്കാണ് ഇത്ര പ്രശ്നം ഉണ്ടാകുന്നത്? ഭാരതത്തെ അമ്മയായി കാണണം എന്ന് പറയുന്ന സങ്കല്പത്തിന് എവിടെയാണ് പ്രശ്നം? സ്വന്തം രാജ്യത്തെ അമ്മയായി കാണണം. മാതൃരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിതൃരാഷ്ട്രം എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്, മദർ നേഷൻ, മദർ കൺട്രി, ഇല്ലേ? അപ്പം അമ്മയെ ബഹുമാനിക്കാത്തവൻ, അമ്മയോട് കൂറില്ലാത്തവൻ, അമ്മയോട് കടപ്പാടില്ലാത്തവൻ ആണ് ഇവനെങ്കിൽ ഇവൻ അതും പറയും, അതിനപ്പുറവും പറയും. പലപ്പോഴും ഇവർ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടന ഉയർത്തിക്കാട്ടിയിട്ടാണ് ഇവർ അത് ബേസ് ചെയ്താണ്. ആ ഭരണഘടനയിലും നമ്മുടെ രാജ്യം എന്താണെന്നും രാജ്യം ഏതാണെന്നും വ്യക്തമായി പറയുന്നുണ്ട്. പലപ്പോഴും ഇവർ ഈ ഭരണഘടന ലംഘിക്കാറുണ്ട്. നോക്കൂ, ഭരണഘടന ലംഘിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അത് പക്ഷേ ലംഘിക്കുന്നത് എങ്ങനെയാണ്? ഭരണഘടനയുടെ ഏത് ക്ലാസ് വേണമോ ഏത് വകുപ്പ് വേണമോ മാറ്റാം ഇവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ. പക്ഷേ അത് എങ്ങനെയാണ് മാറ്റേണ്ടത്? അതിനുള്ള ഒരു രീതിയില്ലേ? അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഭരണഘടനയെ ധ്വംസിക്കുകയാണ്, ഭരണഘടനയെ അധിക്ഷേപിക്കുകയാണ്. ഭരണഘടന എഴുതി ഉണ്ടാക്കി അംബേദ്കറെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്നു. അംബേദ്കറെ ബഹുമാനിക്കുന്നത് അംബേദ്കറോടുള്ള സ്നേഹം കൊണ്ടല്ല. നമുക്കൊക്കെ അറിയാം അംബേദ്കറെ ബഹുമാനിക്കുന്നത് എന്തിനാണ്. അംബേദ്കർ ഏതോ ദളിതനാണ് എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണ്. എന്നാൽ ഈ അംബേദ്കർ ആയത്, അംബേദ്കർ എന്നുള്ള പേര് കിട്ടിയത് അന്നത്തെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ പേരാണത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ അംബേദ്കർ എന്നറിയപ്പെടുന്ന ഈ ബാബാ സാഹേബ് അംബേദ്കർ, ഇദ്ദേഹത്തിന് മറ്റുള്ളവരോടിരുന്ന് ആഹാരം കഴിക്കാനുള്ള സാഹചര്യമില്ല. ജാതിയുടെയും അങ്ങനെ തൊട്ടുകൂടായ്മയുടെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ജാതിയുടെ പേരിൽ അവനെ മാറ്റി നിർത്തുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ അടുത്ത് ഒരു അധ്യാപകൻ വരികയാണ്. എന്താ കരയുന്നത്? അപ്പോൾ ഇതാണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ, ഈ കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി സ്വന്തം മകനെപ്പോലെ വളർത്തി സ്വന്തം തറവാടിൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു പേരാണ് അംബേദ്കർ എന്ന് പറയുന്നത് കൊടുത്തത്. അത് സവർണനാണ് കൊടുത്തിരിക്കുന്നത്, അവർണനല്ല. ദളിതനല്ല കൊടുത്തിരിക്കുന്നത്, സവർണനാണ്. പിന്നെ അദ്ദേഹം ചെയ്തത് എന്താ? അദ്ദേഹം ഹിന്ദുക്കളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഹിന്ദു മതത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങേയറ്റം തെറ്റാണ്. ഈ അടുത്ത കാലത്ത് ചർച്ചയായ കാര്യങ്ങളാണ്, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം മറ്റു മതങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പച്ചയായി പറഞ്ഞിരിക്കുന്നത് ഒന്നും ചൂണ്ടിക്കാണിക്കാതെ അതിൻ്റെ ഒരു 10-1 12 വരുന്ന രീതിയിൽ ഹിന്ദു മതത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് മാത്രം പൊക്കി പിടിച്ച് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് എന്തിനാ? അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടല്ല.
എന്നാൽ അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹം മാത്രമൊന്നുമല്ല ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്. അല്ലല്ല. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ പോലെയോ അദ്ദേഹത്തെ കാളുമോ ഒക്കെ ഉള്ള ആളുകൾ, മിടുക്കരായ ആളുകൾ, ഒരു സമിതിയാണ് അത് ഉണ്ടാക്കിയത്. അദ്ദേഹത്തെ മാനിക്കാതിരിക്കാനല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തെ മാനിക്കൂ. പക്ഷെ അദ്ദേഹത്തെ മാനിക്കുന്നത് വേറെ ആരെങ്കിലും അടിക്കാൻ വേണ്ടിയാകരുത്. സവർണനെയോ, അല്ലെങ്കിൽ സവർണൻ എന്ന് പറയുന്ന വാക്ക് പോലും നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിലില്ല. സവർണനും അവർണനും എന്നുള്ള വാക്കേ ഇല്ല അവിടെ. വർണ്ണമെന്ന് പറയുന്ന വാക്കുണ്ട്, അത് ജാതിയല്ല. അപ്പോൾ ഇതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അവനവൻ്റെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിൻ്റെ വേദികളും സാംസ്കാരികമായ വേദികളും ഒക്കെ ഉപയോഗിക്കുന്നത്. മതപരമായ വേദികൾ കൂടെ. ആശ്രമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശിവഗിരി ആശ്രമത്തിൽ പോലും ചെന്ന് നിന്നിട്ട് നാരായണ ഗുരു ഹിന്ദു ആയിരുന്നില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇല്ലേ? അതെ, നാരായണ ഗുരുദേവൻ ഹിന്ദു ആയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഇല്ലേ? അദ്ദേഹം ഏതെങ്കിലും പള്ളിയിൽ പോയി ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു മസ്ജിദിൽ പോയി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം നമ്മുടെ എഴുതിയ പുസ്തകങ്ങൾ ഓരോന്നോരോന്ന് നോക്കിയാൽ ഇവിടുത്തെ ഹിന്ദുമതത്തിൻ്റെ അങ്ങേയറ്റത്തെ തത്വങ്ങളാണ്, വേദാന്ത തത്വങ്ങളാണ്. ചെറിയ കവിതകൾ പോലും അങ്ങേയറ്റം ആ രീതിയിൽ തത്വങ്ങളാണ്. അപ്പോൾ നോക്കിയാൽ എന്താണ്, അദ്ദേഹം മതപരിവർത്തനത്തിനെതിരെ വളരെ ശക്തമായി പ്രവർത്തിക്കുകയും അതിന് പ്രവർത്തിക്കുന്നതിനുള്ള ആളുകളെ അദ്ദേഹം പ്രാപ്തരാക്കി ട്രെയിനിങ് കൊടുത്ത് നാടിൻ്റെ നാനാഭാഗത്തും വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം മതപരിവർത്തനം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതെ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ജഗദ്ഗുരുസ്വാമി സത്യാനുസര തൃപ്പാദങ്ങൾ പറയുമായിരുന്നു, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ കാള നന്നാകരുതെന്ന് അദ്ദേഹം അർത്ഥമാക്കിയില്ലല്ലോ. ഇല്ലേ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. മനുഷ്യൻ നന്നാകണം എന്നുള്ളതാണ്. ഏത് മതവും വരുന്നതിന് മുമ്പ് ഇവിടെ മനുഷ്യനുണ്ടായിരുന്നു ഇല്ലേ? ഏത് മതവും വരുന്നതിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു. ഏത് യൂണിവേഴ്സിറ്റി വരുന്നതിന് മുമ്പ് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ഇവിടെ വിദ്യ ഉണ്ടായിരുന്നു. വിദ്യയുള്ള ആളുകൾ, വിദ്വാൻമാർ വന്നതിന് ശേഷമാണ് അവരാണ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ഇല്ലേ? അതുപോലെ മതം സൃഷ്ടിച്ചത് ആരാ? മതം സൃഷ്ടിച്ചത് മനുഷ്യൻ തന്നെയാണ്. തമിഴ്നാട്ടിലെ ആ മുരുകക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കാൻ കഴിയാതെ പോയ ഒരുപാട് ഭക്തരുടെ ഒരു മുറവിളി ഉണ്ടായിരുന്നു. അവർക്കൊരു സപ്പോർട്ട് അവിടെ ഒരു സർക്കാരോ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ഒരു വിഭാഗമാണ് ഇവിടെ കത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ സമയത്തിന് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഈ മുരുക സംഗമങ്ങൾ നടക്കുന്നത്. നോക്കൂ, മുരുകനെതിരെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ തലോടുന്ന, സനാതനധർമ്മം എന്ന് പറയുന്നത് കൊറോണയാണ്, കോവിഡാണ്, അല്ലെങ്കിൽ ബാക്ടീരിയയാണ്, അണുക്കളാണ് എന്ന് പറയുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക? ഇപ്പോൾ മുരുകൻ്റെ അടുത്തായാലും ശരി, ശിവൻ്റെ ക്ഷേത്രത്തിൽ ഇത് സംഭവിക്കും, എല്ലായിടത്തും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല. പക്ഷേ അത് നടന്നോ? അവരുടെ ഉദ്ദേശം നടന്നോ? അവിടെ ദീപം കൊളുത്തിയില്ലേ? കൊളുത്തി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടുത്തെ ഹിന്ദു സംഘടിച്ച് തുടങ്ങി. ഇവിടുത്തെ ഹിന്ദുക്കൾ സംഘടിച്ചാൽ ഈ പ്രശ്നങ്ങൾ തീരും. എല്ലാ കാലത്തും ശത്രുക്കൾ നമ്മുടെ സംസ്കാരത്തിനുണ്ടായിരുന്നു. രാമൻ്റെ കാലഘട്ടത്തിൽ രാമന് ശത്രുക്കളുണ്ടായിരുന്നു ഇല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചപ്പോൾ അദ്ദേഹത്തിനും ശത്രുക്കളുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ എങ്ങനെയാണ് രാമനും കൃഷ്ണനും നേരിട്ടതെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവും കോൺഗ്രസ് ഹിന്ദുവും ഒന്ന് മനസ്സിലാക്കുന്നതിന്, അല്ലെ അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഇതിൽ പെടാൻ നിൽക്കുന്ന ഹിന്ദു തയ്യാറായാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. തമിഴ്നാട് പൊതുവിൽ സിദ്ധന്മാരുടെ കേന്ദ്രമാണ്. സിദ്ധവൈദ്യത്തിനായിരുന്നാലും ശരി, ആത്മീയതയായിരുന്നാലും ശരി, അവിടെ ഏറ്റവും പവർഫുള്ളായി നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു, ഇപ്പം പളനിയിലായിരുന്നാലും ഭോഗരുടെ സമാധിയും ഒക്കെ അവിടെ തന്നെയാണ്. സൂര്യൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല. അപ്പോൾ സൂര്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് നൽകുന്ന അനുഗ്രഹം എടുത്തു പറയണ്ടല്ലോ. ആ സൂര്യനെ നോക്കി നായ്ക്ക് കുരച്ചൂടെ? ആ സൂര്യൻ്റെ നേരെ അമേദ്യം വേണമെങ്കിലും വാരി അറിയാം ഇല്ലേ? അതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും ഇവിടുത്തെ DMK-കാരനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും സൂര്യനെ ബാധിക്കില്ല. സമാധിസ്ഥരായ മഹാത്മാക്കൾ ഉണ്ടെന്ന് കരുതി അവർ നായകൾ കുരയ്ക്കാതിരിക്കാൻ അവർ ആരെയും ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യില്ല. മനസ്സിലുണ്ടോ? സമാധിസ്ഥരായ ആളുകൾ ഉണ്ടെന്ന് കരുതി ഇവിടെ അധർമ്മം അനുഷ്ഠിക്കുന്നവനെ ശപിച്ചില്ലാതാക്കാനും അത് അവരുടെ ധർമ്മമല്ല. കാരണം അങ്ങനെ ചെയ്യുന്നവന് അനുഭവം കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് അവനെ തടസ്സപ്പെടുത്താതിരിക്കാനുള്ള ഒരു വിവേകമാണ് ഇവിടുത്തെ സന്യാസിമാർക്കുള്ളത്. മനസ്സിലായി? അല്ലെങ്കിൽ കൈ ഉയർത്തിയിട്ട് നാളെ തൊട്ട് ഈ രാജ്യത്ത് ഒരു കള്ളത്തരവും നടക്കാതിരിക്കട്ടെ, ഒരു കൊള്ളയും നടക്കാതിരിക്കട്ടെ, ഒരു കൊലപാതകം നടക്കാതിരിക്കട്ടെ, ഒരു അരാജകത്വവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാം. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ നിയമം അതല്ല.
ദുഷ്ടനും ശിഷ്ടനും പ്രവർത്തിക്കുകയും ദുഷ്ടന് ശിക്ഷയും ശിഷ്ടന് അനുഗ്രഹവും കിട്ടുകയും ചെയ്യുന്ന ഒരു പ്രപഞ്ച നീതിയാണ് ഇവിടെയുള്ളത്. അതിലേക്ക് കൈകടത്താൻ ഒരു സമാധിസ്ഥരായ സന്യാസിക്കോ ജീവിച്ചിരിക്കുന്ന സന്യാസിക്കോ കഴിയില്ല. ധർമ്മം എപ്പോഴാണോ അപകടത്തിലേക്ക് പോകുന്നത്, ധർമാധർമ്മങ്ങളെ ബാലൻസ് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്, അപ്പോഴാണ് അവതാരം പോലും വരുന്നത്. തീർച്ചയായും അവതാരം എന്നുള്ള നിലയിൽ സന്യാസിമാരും പ്രവർത്തിക്കാറുണ്ട്, ഇല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് സന്യാസിമാരുണ്ട്, മഹാക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതൊന്നും നടക്കരുത് എന്നില്ല. പക്ഷേ നടത്തുന്നവന് എവറി ആക്ഷൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നോക്കൂ, ഇതൊന്നും ശാശ്വതമല്ല. ഇവിടുത്തെ രാവണൻ പടുത്തുയർത്തിയ ലങ്കയില്ലേ, മണിമയ ലങ്ക, അതെവിടെ പോയി? കത്തി ചാമ്പലായില്ലേ? സീതാദേവിക്ക് എന്തെങ്കിലും ഒരു ചുക്ക് സംഭവിച്ചോ? സീതാദേവി ഒന്ന് സ്പർശിക്കാൻ രാവണന് കഴിഞ്ഞോ?